Continue. Sorry for the interference. No problem, no problem. Okay. Now it is started recording, I think. So നമ്മളൊരു സിറ്റുവേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ എൻ്റെ ഇമേജ് പതിയുന്നു. റെറ്റിനയിലാണ് ഇമേജ് പതിയുക. റെറ്റിന ഇസ് ദി പോർഷൻ വേർ ദ ഇമേജ് ഇസ് ലൊക്കേറ്റ്, അല്ലെങ്കിൽ ആ ഇമേജ് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് റെറ്റിനയിലേക്കാണ്. ഫ്രം ദി റെറ്റിന a nerve collects that information in the form of an impulse. അപ്പോ എൻ്റെ ഫേസിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ എൻ്റെ മൊത്തം രൂപത്തിൽ നിന്ന് വന്ന, എൻ്റെ ഇമേജിൽ നിന്ന് വന്ന ലൈറ്റ് റേസ് ആണ് നിങ്ങളുടെ കണ്ണിൽ റെറ്റിനയിൽ വന്ന് പതിക്കുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റിമുലസ് ആണ്. ആ ലൈറ്റ് ഒന്ന് പതിക്കുമ്പോൾ ആ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമേജിന്റെ പേര് സ്റ്റിമുലസ് എന്നാണ്. പക്ഷെ ഇതൊരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഇമ്പൾസ് എന്ന് വിളിക്കാം. ഈ സ്റ്റിമുലസ് ന്യൂറോണിലൂടെ സഞ്ചരിക്കുന്നത് ഇമ്പൾസ് എന്നുള്ള പേരിലാണ്. റെഡിയല്ലേ? ഈ ഇമ്പൾസ് എവിടെ എത്തും? ബ്രെയിനിലെത്തും. ബ്രെയിനിൽ കാഴ്ചക്ക് മാത്രമായിട്ട്, വിഷന് മാത്രമായിട്ട് ഒരു ഏരിയ ഉണ്ട്, ഒപ്റ്റിക് ലോബ് എന്നൊക്കെ നമുക്ക് പറയാം. അതല്ലാതെ സെറിബ്രത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഏരിയാസ് ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് ഈ ഇമേജിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കും നമ്മളെ ബ്രെയിൻ. ആവറേജ് ഹൈറ്റ് ഉള്ള, ആവറേജ് വെയിറ്റ് ഉള്ള, ഏതാണ്ട് ആരാണ്ട് അടിച്ചു വരുത്തിയ പോലെ മോന്തയുള്ള ഈ ഫേഷ്യൽ അപ്പിയറൻസ് ഒക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് ഇത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ബ്രെയിനിന്റെ തന്നെ സെറിബ്രത്തിലുള്ള മെമ്മറി ഏരിയയിലേക്ക് ഈ സംഭവത്തിനെ കൊടുക്കും, ഈ ഇമേജ് കൊടുക്കും. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, വാട്ട് ഇറ്റ് ഈസ്. സോ ദ മെമ്മറി യൂണിറ്റ് വിൽ ഫൈൻഡ് ദ മെമ്മറി ഓഫ് മീ. ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് നിങ്ങൾ ആ ഫയൽ ലോഡ് ചെയ്തെടുക്കുന്നു. ഇന്ന ആളാണ്, ഞങ്ങളെ ബയോളജി പഠിപ്പിച്ച, സയൻസ് പഠിപ്പിച്ച സാറാണ്, FRS മെമ്മറി. ഇത്രയായി. ഇനി ഈ മെമ്മറി യൂണിറ്റ് അടുത്ത ഏരിയ ഉണ്ട്, അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്ന ബ്രെയിൻ്റെ ഏരിയ ഉണ്ട്. അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് കൊടുത്തിട്ട് ചോദിക്കും, FRSനെ കണ്ടിട്ടുണ്ട്, വാട്ട് ടു ഡു, ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ അസോസിയേഷൻ ഏരിയ തിരിച്ചിങ്ങോട്ട്, പുള്ളി നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടുണ്ട്. മനസ്സിലാവാൻ സാധ്യതയുണ്ടോ? എന്റെ സ്വഭാവം വെച്ചിട്ട് FRSന് എന്തായാലും എന്നെ മനസ്സിലാവും. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഉടനെ തന്നെ അസോസിയേഷൻ ഏരിയ ഡിസിഷൻ എടുത്തു, യു ക്യാൻ സ്മൈൽ, സാറിന്റെ മുഖത്ത് നോക്കി ചിരിച്ചോ. ഉടനെ തന്നെ നിങ്ങളുടെ ബ്രെയിനിന്റെ അസോസിയേഷൻ ഏരിയയിൽ നിന്നും മോട്ടോർ ഏരിയ എന്ന് പറയുന്ന, മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താ, മൂവ് ഏരിയ ഉണ്ട്. ഇതില് ഈ കണ്ടത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയത് സെൻസ് ചെയ്ത ഏരിയ ആണ്. ആ ഏരിയ വിളിക്കുന്ന പേര് സെൻസറി ഏരിയ എന്നാണ്. ഡിസിഷൻ എടുത്ത ഏരിയ അസോസിയേഷൻ ഏരിയ ആണ്. അതിനുശേഷം വർക്കൗട്ട് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? മോട്ടോർ ഏരിയക്കാണ്. അപ്പൊ ഈ മോട്ടോർ ഏരിയക്ക് മെസ്സേജ് കൊടുത്തു, ഫേഷ്യൽ മസിൽസിനൊക്കെ മൂവ് ചെയ്തിട്ട് പല്ലൊക്കെ കാണിച്ചിട്ട് ഒരു ചിരി ഇരിച്ചോ. നിങ്ങളിങ്ങനെ ചിരിക്കും. ഒരു സിറ്റുവേഷൻ, ഒരു സെനാരിയോ. എന്നാൽ വേറൊരു സിറ്റുവേഷനിൽ സാർ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ടോ? സാറ് കണ്ടിട്ടില്ല. എന്നാ ഒന്നും നോക്കണ്ട, പുള്ളി കാണുന്നതിന്റെ മുമ്പേ ഇടത്തോട്ട് വെട്ടിക്കും. അപ്പോ നിങ്ങൾക്ക് അസോസിയേഷൻ ഏരിയ ഡിസിഷൻ എടുത്തു, മോട്ടോർ ഏരിയക്ക് ഓർഡർ കൊടുത്തു. മോട്ടോർ ഏരിയ ഉടനെ തന്നെ ഇടത് സൈഡിലേക്ക് തിരിയാൻ കൈയിന്റെയും കാലിന്റെയും ശരീരത്തിന്റെയും മസിലുകൾക്ക് മെസ്സേജ് കൊടുത്തു. നിങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞു. ഞാനിത് പറയാൻ കുറച്ച് സമയം എടുത്തു, പക്ഷേ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിനോട് റെസ്പോണ്ട് ചെയ്യുക, അല്ലെ? ഇത് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോയില്ലേ? ഫേഷ്യൽ മസിൽസ് എങ്ങനെ വേണം, പല്ല് എങ്ങനെ വേണം, ചിരിക്കുന്നത് എങ്ങനെ വേണം, അപ്പൊ കണ്ണ് എങ്ങനെ വേണം, ഇതെല്ലാം ഒരു ചുണ്ടിനെ മാത്രം കൺട്രോൾ ചെയ്യല്ല, അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ മസിലിനെ മാത്രം കൺട്രോൾ ചെയ്യല്ല, ദ ഹോൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇതൊരു സിറ്റുവേഷൻ. ഇനി ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ മാറുന്നുണ്ടെങ്കിലോ, കൈ, കാല്, ശരീരം, എവ്രി പാർട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ കൈയിനെ മാത്രം കൺട്രോൾ ചെയ്താൽ പോരാ, ദ ഹോൾ ബോഡി വിൽ ബി കൺട്രോൾഡ്. അങ്ങനെയാണ് അത് കൺട്രോൾ അല്ല, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഒരേ സമയം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് കോർഡിനേഷൻ എന്നാണ്. വി ആർ കമ്മിങ് ടു അവർ ടോപ്പിക്. ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്സ്. റെസ്പോൺസ് മസ്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്ത നല്ല മക്കളാണ്. അതുകൊണ്ട് ഇപ്പോഴും റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന്. പ്രോട്ടീൻ, യെസ്,
Protein is my favorite biomolecule. Then Hanan, yes, yes, yes. Anfra, അനീറയാണല്ലോ അല്ലെ. ദെൻ ഓക്കെ, വേറെ പേരറിയാത്ത ചിലരെങ്കിലും ഉണ്ട്. ഡോട്ടർ ലൈനിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരാളെ പേര് എനിക്ക് മിസ്സായി. ഫ്രാസ്, യെസ് യെസ്. ഇതൊരു സിറ്റുവേഷൻ. റെഡി അല്ലേ? ഇതൊരു സിറ്റുവേഷനെ ഈ സമയത്ത് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എവറിത്തിങ് ഇസ് ഫാസ്റ്റ്. ആ എന്നെ കണ്ട ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഇത്രയും പ്രോസസ്സ് നടന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു. ഈ സ്റ്റിമുലസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയാം? റെസ്പോൺസ് ഉണ്ടാക്കാൻ കാരണമായ എന്തിനെ നമുക്ക് സ്റ്റിമുലസ് എന്ന് വിളിക്കാം. അപ്പൊ എന്നെ കണ്ടതായിരുന്നു ഇവിടെ ഈ ഒരു റെസ്പോൺസിന് കാരണം. അങ്ങനെയാണെങ്കിൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ കാരണമായ എന്തിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റിമുലസ്. ആ സ്റ്റിമുലസ് ബ്രെയിനിലേക്ക് പോകുന്നത് എന്തിന്റെ രൂപത്തിലാണ്? ഇമ്പൾസിന്റെ രൂപത്തിലാണ്. സോ എ സ്റ്റിമുലസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ആൻ ഇമ്പൾസ് വിത്തിൻ ദി ന്യൂറോൺ. ഇത് റെഡി അല്ലേ? ഇത് ഫാസ്റ്റ് ആയിട്ടാണോ നടന്നത്? ആക്ഷൻ വെരി സ്പീഡായി. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുട്ടി ജനിച്ച്, ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ. എൻ്റെ അനിയൻ ഒരു കുട്ടി ജനിച്ചിട്ട് 2 ആഴ്ച ആകുന്നു. ഭയങ്കര ക്യൂട്ടാണ് അല്ലേ? കുഞ്ഞാവകള് ഭയങ്കര രസമാണ്. അപ്പൊ ആ യങ് വൺ, ആ ഒരു കുഞ്ഞു ബേബി, ആ കുട്ടിയുടെ ഇപ്പോഴുള്ള ഹൈറ്റ് നിങ്ങൾക്കറിയാം അല്ലെ? എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്കറിയാം. പക്ഷെ ആ കുട്ടി വളർന്ന് വലുതായി ആ കുട്ടിയുടെ മുഴുവൻ ഹൈറ്റിലേക്ക് എത്താൻ 20 വർഷമെങ്കിലും എടുക്കും. നമ്മൾ 20 വർഷം വരെയൊക്കെ നമ്മൾ വളരും എന്നാണ് പറയുന്നത്. അപ്പൊ കുറെ കുട്ടികൾക്ക് സന്തോഷമായി ഉണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് ഹൈറ്റ് ഇല്ലാത്ത പ്രശ്നം തോന്നുന്ന ആൾക്കാരുണ്ടാവും. ഇതൊരു പ്രശ്നമുള്ള കേസേ അല്ല എങ്കിൽ പോലും അതൊന്നും പറയാൻ പറ്റില്ല, ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയും. ഏതായാലും 20 വർഷം വരെ നമ്മൾ വളരുമല്ലോ. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ 20 വർഷം കൊണ്ടാണ് നമ്മുടെ ഹൈറ്റിനെ മാക്സിമത്തിലേക്ക് എത്തിക്കുന്നത്. എന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ എടുത്ത സമയം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണെങ്കിൽ ഒരു കുട്ടി പതുക്കെ പതുക്കെ വളർന്നു വലുതായി സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വളർന്നു വരാൻ 20 ഇയേഴ്സ് എടുക്കും. അപ്പൊ ഈ 2 പ്രോസസ്സും 2 രീതിയിലാണ് നടക്കേണ്ടത്. ഒരു കുട്ടി ജനിച്ചപ്പോൾ തന്നെ ആ കുട്ടിയെ നമുക്ക് വലുതാക്കാൻ പറ്റില്ല. ആ കുട്ടിയുടെ ഇമോഷണൽ, കുട്ടിയുടെ സൈക്കോളജിക്കൽ, എല്ലാം ഫിസിക്കലി ഒക്കെ ഗ്രാജുവലി ആണ് വളരേണ്ടത്. പക്ഷെ എന്നെ നിങ്ങൾ കണ്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇതുപോലെ ആവരുത്. ഇപ്പൊ രണ്ട് രീതിയിൽ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യപ്പെടണം. അപ്പൊ ബോഡിയിൽ 2 തരം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഉണ്ടാവും. കത്തി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കൺട്രോൾ ആൻഡ് കോർഡിനേഷന് 2 ഫേസസ് ഉണ്ട് അല്ലെ ബോഡിയിൽ? കമന്റ് ചെയ്യാൻ പറ്റുമോ ഏതൊക്കെയാന്നുള്ളത്? ആദ്യത്തത് ഏത് സിസ്റ്റം ആയിരുന്നു? രണ്ടാമത്തെ, ഇനി വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ആ കുട്ടി ഒന്നുകിൽ മെയിലാണ് അല്ലെങ്കിൽ ഫീമെയിൽ ആണ്, അല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടാവാറുണ്ട്. പൊതുവെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോ ഈ കുട്ടി പിന്നെ പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആ സമയത്തുണ്ടാവും. അഫ്രാസെ, there is one problem we can rectify. പക്ഷെ റെസ്പോണ്ട് ചെയ്തല്ലോ, ഹാപ്പിനെസ്. അപ്പോ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അത് മെയിൽ ആയിരിക്കാം, ഫീമെയിൽ ആയിരിക്കാം. പക്ഷേ ആ പെൺകുട്ടിയിൽ അപ്പൊ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ഫീച്ചേഴ്സോ ഫീമെയിൽ ഫീച്ചേഴ്സോ ഒന്നും വരില്ല. ഒരു 13-14 വയസ്സൊക്കെ ആവുമ്പോഴല്ലേ ഒരു കുട്ടി കംപ്ലീറ്റ് ആയിട്ട് ഒരു മെയിലോ ഫീമെയിലോ ആയിട്ട് മാറുന്നത്. ഇമോഷണലി അല്ല, ഫിസിക്കലി. ഐ എം ടെല്ലിങ് അബൌട്ട് ഫിസിക്കൽ ഗ്രോത്ത്. ഒരു 13-14 ഒക്കെ ആവുമ്പോഴാണ് ആ കുട്ടിയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് മെയിലായിട്ടും ഫീമെയിൽ ആയിട്ടും ശരിക്കും മാറി വരും. അതുവരെയുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഒരു കുട്ടി മെയിലോ ഫീമെയിലോ ആവാനും പാടില്ല. എക്സ്ക്യൂസ് മീ.
വെൽക്കം ബാക്ക്. എല്ലാവരും ഓക്കെ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ കുട്ടിക്ക് 13, 14, 15 വയസ്സ് വരെയൊക്കെ എടുക്കും. അപ്പോൾ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, ഒരു സെക്കൻഡിൽ നടക്കുന്ന ഒരു സംഭവമല്ല. അപ്പൊ ബോഡിയിൽ ചിലതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു, ചിലതെല്ലാം വളരെ സ്ലോ ആയിട്ട് നടക്കുന്നു. അങ്ങനെയാണ് 2 തരത്തിൽ ബോഡിയിൽ കൺട്രോളും കോർഡിനേഷനും നടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ ഒരാളുടെ മറുപടി വന്നു, ആ മറുപടി അയാൾ മറുപടി പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, പക്ഷെ മറുപടി കറക്റ്റ് അല്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഗ്രാജുവലി ഗ്രോത്ത് നടത്തുന്നത് ബ്രെയിനിന്റെ അണ്ടറിലാണോ അതല്ല വേറെ എന്തെങ്കിലും ആണോ നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് യുവർ ഗ്രോത്ത്? വെയിറ്റിംഗ്. There is Afras. There is others. Ayan കാണുന്നില്ല. Yes, Ayan is correct. Good is correct. Now I'm so happy. Nian Nujum is correct. Yes. And Anhira. There is a reason. Anhira is saying genes is the reason. I think last class we are discussed about genes, and she is pretty impressed with that subject. Okay, genes may be a reason that can schedule actually, but here comes the hormones. Many of them commented correctly. So happy with your answer. Hormones. For growth, there is a hormone known as growth hormone, somatotropic hormone. To become a male, there should be a hormone, testosterone. To become a female, there should be a hormone, estrogen. These are all hormones. They controls and coordinates growth. They controls and coordinates sexuality. Okay. So in body, there are 2 control and coordination methods. One will be neural control and the other will be hormonal control. We call it as neural system and endocrine system. So endocrine system is actually hormone system. Okay. Is it ready? So we can start with neural system. There is no time to lag. Okay. Are you ready? Can start with neural system. What is the most specific part you have to learn first from the neural system? Neural system ത്തിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട സാധനം എന്താ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഏതാ? ന്യൂറൽ സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത് എന്തോ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം. വാട്ട് ഇറ്റ് ഈസ്? മൈഷ, സൂപ്പർ, കറക്റ്റ് ആൻസർ, ഇൻസ്റ്റന്റ് മറുപടി. So happy. So neural system. Nia, yes, correct. Fatima Lia, yes. Yes. പിള്ളേര് പൊളിയാണല്ലോ, കറക്റ്റ് ആയിട്ട് മറുപടി പറയാം. So for your exams, you should know the structure of neuron. You should know to draw also structure of neuron. Okay. Here is the structure. Okay. Here you can see a dendrite. Then there is a cell body, axon, and myelin sheet, and lastly synapse is not the correct term. That will be synaptic node. We can go for another better picture. There you will get a better correct image of a neuron. Okay, here it is. You should know each and every part for your exam. Never forget this structure. Here, these are the dendrites, the branches of a dendron. We call it as dendrites. Through these dendrites, the neurons collect informations. So collection of stimulus
reception of stimulus is through dendrites. Okay. Then dendrite pass these information to the cell body. This will be the part we call it as cell body that should have nucleus and some other cellular organelles. And from that cell body, an axon is coming out. The main axis, we can call it as main axis. That axon is covered by a myelin sheet. And these axons are ends in knob-like structures. We call it as nerve endings, and otherwise we can call it as synaptic node. So this structure should be there in your mind, and you should draw this structure also. Once you have to practice, at least once you have to practice this structure and label the parts also. Okay. So you should know the parts. Ready? So you know the parts. There will be cell-like part. That cell-like part is known as cell body. Each and every cell body has a nucleus, and this cell body has some projections. That projections is known as dendrons, and the branches is known as dendrites. Okay. Then there will be a main axis. That axis is known as axon. Then this axon ends in knob-like structures, nerve endings. We call it as synaptic node. So this will be the main part of a neuron. This will be dendrite. I just simplified everything for you. This will be dendrite, and this will be cell-like part. That's why we call it as cell body. And cell body has nucleus, endoplasmic reticulum, some other organelles also. So this will be dendrite. This will be dendrite. The main part, this will be axon. Then this axon is covered by Schwann cells or something like that. We call it as myelin sheet. Okay. Then there will be a synaptic node. Information getting through, received through this dendrite, and this dendrite pass the information to cell body. Through this axon, information goes or transmits to not transmitting, actually this will be conduction of nerve impulse. We call it as conduction. Conduct ചെയ്യാൻ പറ്റില്ല axon. അപ്പൊ ഇങ്ങനെ axonലൂടെ മെസ്സേജ് പോകുന്നു. Then axon will be branches into axonites. At the axon ends, knob-like structures are present. That knob-like structure is known as synaptic node. Why it is synaptic node? Here starts the next dendrite. അടുത്ത ഡെൻഡ്രൈറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് രണ്ടും ചേരുന്ന സ്ഥലം എന്തും സിങ്ക് ആവുമ്പോൾ, മിക്സ് ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് സിൻ. രണ്ട് ന്യൂറോൺസ് ചേരുമ്പോൾ അതിനെ സിനാപ്സ് എന്ന് വിളിക്കും. കുറെ ആൾക്കാര് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ സിനർജി, എല്ലാവരുടെയും കൂടി എനർജി ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനെ സിനർജി എന്ന് വിളിക്കാറുണ്ട്. രണ്ട് ഗ്യാമിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനെ സിങ്കാമി എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സിങ്ക് ആവുമെന്ന് ആലോചിച്ചാൽ രണ്ടുപേര് സിങ്ക് ആവുന്നു പോലെ. രണ്ട് ന്യൂറോൺസ് ചേരുന്ന സ്ഥലത്തിനാണ് സിനാപ്സ് എന്ന് വിളിക്കുക. എന്നാൽ എല്ലാ സമയത്തും ന്യൂറോൺ ഒരു സിനാപ്സിൽ അവസാനിച്ചു കൊള്ളണമെന്നില്ല. ചില സിനാപ്സിൽ ന്യൂറോൺ പോയിട്ട് ഒരു മസിലാണ് അവസാനിക്കുക. ഈ മസിൽ ഇവിടെ ഒരു ന്യൂറോൺ അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്റെ ബ്രെയിനിൽ വിചാരിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത്. ദാറ്റ് സിനാപ്സ്, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ദാറ്റ് സിനാപ്സ് ഇസ് നോൺ ആസ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഫുഡ് കാണുമ്പോൾ എന്റെ വായിൽ സലൈവ വരുന്നുണ്ടെങ്കിൽ ന്യൂറോണിന്റെ എൻഡിങ് പോയിട്ട് അവസാനിക്കുന്ന ഗ്ലാൻഡിലാണ്. That gland stimulates salivary glands to secrete saliva. Is it right? So there are different types of synapses. Synapse is the junction between a neuron with another neuron or another muscle or with a muscle or with a gland. These are all synapses. Okay. Synapse is a key point. You should remember for your exam. And you should remember the structure also. Parts of that structure: dendrite, cell body, axon. Axon will be covered by myelin sheet. Then there will be a nerve end. We call it as synaptic node. Is it right? Ready? Do you know the flow of information? Through this direction only messages are passing. So messages, information, stimulus or the impulses passing through only this direction alone.
ആ ഡയറക്ഷനിൽ മാത്രമേ പോകുള്ളൂ. ഒരിക്കലും ഇവിടെ നിങ്ങോട്ടൊരു ഇൻഫർമേഷൻ വരില്ല. റൈറ്റ്? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ പറയണേ. ഒന്നും കാണുന്നില്ലല്ലോ. പോയി നമ്മളെ പിള്ളേര് യെസ് ആയി. യെസ് യാ. ഓക്കെ ഓക്കെ ഓക്കെ. ചില ആൾക്കാരുടെ പേര് വായിക്കാൻ കിട്ടിയില്ല. 2-3 മെസ്സേജ് ഒരുമിച്ച് വന്നു. സിപ്പ, പ്രോട്ടീൻ, യെസ്, സെറ്റ്. ഇത് റെഡി അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ കൈയിന്റെ അറ്റത്ത് ഞാൻ ചൂടുള്ള സർഫസിൽ ഒരു ഹോട്ട് സർഫസ് തൊട്ടു എന്ന് വിചാരിക്കും. ഞാൻ ഇങ്ങനെ തൊട്ടു. ഇങ്ങനെ തൊടുന്ന സമയത്ത് മൊബൈൽ ചൂടായിട്ടുണ്ട്, ഡിവൈസ് ചൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തൊട്ടു എന്ന് പറയുന്ന ഇൻഫർമേഷൻ അതാ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എൻ്റെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ബ്രെയിൻ വരെ എത്തിക്കുന്ന ന്യൂറോൺസിൽ ചൂടുള്ള സർഫസ് തൊട്ടിട്ടുണ്ട് എന്ന് അങ്ങോട്ട് ആ സെൻസ്, ആ വിവരം അറിയിക്കുന്ന അഫ്രാസ് പക്ക. സ്കിൻ ഈസ് ദി റിസപ്റ്റർ. ഓക്കെ അഫ്രാസ്. A nerve carries that information to central nervous system, either to spinal cord or yes, Nia, പക്ക. അപ്പൊ അത് ബ്രെയിനിലേക്ക് പ്രോട്ടീൻ, യെസ് നിയ. അപ്പൊ ഇത് അങ്ങോട്ട് എത്തിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ന്യൂറോൺ ആണോ തിരിച്ച് കൈ വലിച്ചോ എന്ന് എന്നെ കൊണ്ട് ചലിപ്പിക്കുന്നത്? പറ്റൂല അല്ലെ? ദർ ഷുഡ് ബി 2 ന്യൂറോൺസ്. യെസ്, പ്രോട്ടീൻ. ഐഡിയ കത്തിയോ? അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ഇൻഫർമേഷനെ കൊണ്ടുപോകുന്ന ന്യൂറോൺസ് ഉണ്ട്. ടുവേർഡ്സ്, യെസ്, പ്രോട്ടീൻ. ടുവേർഡ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റം കൊണ്ടുപോകുന്ന ന്യൂറോൺസ് ഉണ്ട്. ഫ്രം ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ടുവേർഡ്സ് ദി ഓർഗൻസ് കൊണ്ടുവരുന്ന ന്യൂറോൺസും ഇല്ലേ? അതിനാണ് 2 തരം ന്യൂറോൺസ് ഉണ്ടാവും. ഒന്ന് സെൻസ് ചെയ്യിപ്പിക്കാൻ അങ്ങോട്ട് വിടുന്ന ന്യൂറോൺസ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൻസറി ന്യൂറോൺസ്. അപ്പൊ അവരല്ല തിരിച്ച് കൈ വലിച്ചോ എന്ന് പറഞ്ഞ് വലിപ്പിക്കുന്നത് അവരല്ല. അങ്ങനെയാണെങ്കിൽ വലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചലിപ്പിക്കുന്നത് പ്രോട്ടീൻ? നോ. ചലിപ്പിക്കണം എന്ന് പറയുന്നതിനെ കണക്ട് ചെയ്യുന്നത് റിലേ ന്യൂറോൺ ആണ്. പക്ഷെ മസിലിനെ കൊണ്ട് കൈ വലിപ്പിക്കുന്നത് നിയ, യെസ്, മോട്ടോർ ന്യൂറോൺ ആണ്. സോ ദർ ഷുഡ് ബി 3 types of neurons. One will be പറട്ടെ, നിങ്ങൾ കറക്റ്റാ, നിങ്ങൾ പൊളിയല്ലേ, കറക്റ്റ് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. I'm so happy. So there should be 3 types of neurons. Which are they? 1 minute. Sorry. Another 3-level classification is taken. അപ്പൊ 3 തരം ന്യൂറോൺസ്. ഡോട്ടഡ് ലൈൻസ്, there is no name but you answer correctly. So types of neurons. ഇതൊന്നും മറക്കരുത്, എക്സാമിന് പോയിട്ട് പൊളിച്ചേക്കണം. So there will be sensory neuron, motor neuron, interneurons. I think you can use interneurons for your better scoring. Okay, sensory neuron എന്താ കറക്റ്റ് ആയിട്ട് പറയണ്ടല്ലോ. From sensory receptor cells to brain. സെൻസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ണൊരു സെൻസറി ഓർഗൻ ആണ് അല്ലെ? ചെവി ഒരു സെൻസറി ഓർഗൻ ആണ്, സ്കിൻ ഒരു സെൻസറി ഓർഗൻ. ഇങ്ങനെ ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ റിസപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. ആ റിസപ്റ്റേഴ്സിൽ നിന്നും ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് മെസ്സേജ് കൊണ്ടുവന്ന ആൾക്കാരെയാണ് നമ്മൾ സെൻസറി ന്യൂറോൺസ് എന്ന് വിളിക്കുക. പേര് പക്കയാണ്, ഇനി മറക്കരുത്. സെൻസ് ചെയ്യിപ്പിക്കുന്ന ന്യൂറോൺസ് ആണ് സെൻസറി ന്യൂറോൺ. അപ്പൊ അവര് സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും മാത്രമേ പോകൂ. നമ്മൾ ഉറപ്പിച്ചു, പഠിച്ചു. ഇനി ബ്രെയിനിൽ നിന്ന് മസിലിലേക്ക്, ഗ്ലാൻഡിലേക്ക്, ബാക്കിയുള്ള ഓർഗനിലേക്കൊക്കെ വരുന്ന ന്യൂറോൺസിലെ, അതായത് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ന്യൂറോൺസിലെ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോട്ടോർ ന്യൂറോൺസ്. ദേ ആർ ഫ്രം ദി ബ്രെയിൻ ടു ഡിഫറെന്റ് ഓർഗൻസ്. അത് നമുക്ക് എന്ത് വിളിക്കാം? മോട്ടോർ ന്യൂറോൺസ്. റെഡി അല്ലേ? അപ്പോ മോട്ടോർ ന്യൂറോണിന്റെയും സെൻസറി ന്യൂറോണിന്റെയും മോട്ടോർ ന്യൂറോണിന്റെ ഇടക്ക് വർക്ക് ചെയ്യുന്ന രണ്ടിനെയും കണക്ട് ചെയ്യിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ? അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇന്റർന്യൂറോൺസ്. I think better than relay neuron, you can use interneurons. Relay neuron also the same, but during answering, you can use these 3 terms. Is it right? Ready അല്ലേ? അപ്പൊ ന്യൂറോൺസ് എത്ര തരമുണ്ട്? അപ്പൊ നിങ്ങൾ ന്യൂറോൺസിന്റെ സ്ട്രക്ചർ ഇപ്പൊ തന്നെ പഠിച്ചു ഇല്ലേ? ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിച്ചു, ടൈപ്സ് ഓഫ് ന്യൂറോൺസ് പഠിച്ചു. അത്ര ഫാസ്റ്റ് ആയിട്ടാണ്, ഇതൊന്നും മറക്കരുത്. ഇത് അങ്ങനെ തന്നെ. ആരുടെ ഇതിന്റെ ഇടയ്ക്കൊരു മൈശയാണോ ഇതിന്റെ ഒക്കെ വരട്ട് പോകുന്ന ആള്? ദെൻ അപ്പൊ നോക്കണേ, ഇതെല്ലാം നിങ്ങളെ മനസ്സിലുണ്ട്. ഇപ്പൊ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഫ്രം എവിടുന്ന് എന്ന് ഓർക്കുക. അപ്പൊ സെൻസ് ചെയ്യിപ്പിക്കുന്ന ആൾ എപ്പോഴും റിസപ്റ്റേഴ്സിൽ നിന്നും
ബ്രെയിനിലേക്കായിരിക്കും പോവുക. എന്നാൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആള്, ചലിപ്പിക്കുന്ന ആള്, ഒരു വാഹനത്തിനെ ചലിപ്പിക്കുന്ന മോട്ടോറല്ലേ? അങ്ങനെയാണെങ്കിൽ ആ മോട്ടോർ ന്യൂറോൺ ബ്രെയിനിൽ നിന്നും ഡിഫറെന്റ് ഓർഗൻസിനെയാണ് ചലിപ്പിക്കുക. റെഡി അല്ലേ? ഇൻ ബിറ്റ്വീൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഇന്റർ ന്യൂറോൺസ്. സെറ്റ് ആണോ? അതിൽ സ്പൈനൽ കോഡൊക്കെ രണ്ട് ഡയറക്ഷനിലും മെസ്സേജ് കൊടുക്കുന്ന ആളാണ്. റിലേ തന്നെയാണ്, കറക്റ്റ് റിലേ ന്യൂറോൺ ആണ് നമുക്ക് സ്പൈനൽ കോഡിൽ കാണാൻ പറ്റുക കേട്ടോ. റെഡിയാണോ? റെഡി അല്ലേ? ആ, മുന്നോട്ട് പോകാലോ അല്ലെ? അപ്പൊ നമ്മൾ ന്യൂറോൺസ് പഠിച്ചു, രണ്ട് ടൈപ്പ് ന്യൂറോൺസും പഠിച്ചു. നിയാനുജും ഇതൊന്നും മറന്നേക്കരുത്, പൊളിച്ചേക്കണം എക്സാമിന്. അപ്പോ ഇതെല്ലാം നമ്മളെ കയ്യിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂറോൺസ് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ടിഷ്യൂ ആണല്ലോ, സിസ്റ്റം ആണല്ലോ ന്യൂറൽ സിസ്റ്റം. ആ ന്യൂറൽ സിസ്റ്റത്തിന് ഏതൊക്കെ പാർട്ട് ഉണ്ട്? ഇപ്പൊ നിങ്ങൾ വേഗം പറയുന്നുണ്ട് ആൻസർ, അതുകൊണ്ട് എനിക്ക് പണി എളുപ്പമാണ്. ഇങ്ങനത്തെ ന്യൂറോൺസും അതിനോട് ചേരുന്ന ടിഷ്യൂസും ഒക്കെ ചേർന്നാൽ ന്യൂറൽ സിസ്റ്റം. ന്യൂറൽ സിസ്റ്റത്തിന് നമ്മൾ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തത്? പറ കേക്കട്ടെ. ഹൗ ന്യൂറൽ സിസ്റ്റം ഇസ് ക്ലാസിഫൈഡ്? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആൻസർ കേൾക്കുന്നുണ്ടോ? ആഹാ, HH. ഫസ്റ്റ് ടൈം ഐ ആം സീയിങ് യുവർ നെയിം. ഫാത്തിമ ലിയ. കറക്റ്റ് ആണ് കേട്ടോ. ആൻസർ ചെയ്ത ആൾക്കാരൊക്കെ കറക്റ്റ് ആണ്. ബാക്കിയുള്ള ആൾക്കാരവിടെ പോയി? നീയൊക്കെ എവിടെ? മൈഷ എവിടെ? യെസ്, ആ മൈഷ. യെസ് യെസ് യെസ്, കാര്യങ്ങൾ അറിയാം. അത് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ. അപ്പൊ അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നത് മിണ്ടാത്ത ആൾക്കാർ, ബോയ്സ് ഒക്കെ കുറെ പേരുണ്ടായിരുന്നല്ലോ, അവന്മാരൊക്കെ എന്നാ പറ്റി? നോക്കണേ, നെർവസ് സിസ്റ്റം ആണെങ്കിൽ അതിനെ നമുക്ക് രണ്ട് തരമായിട്ട് തിരിക്കാം. ബോഡി വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അതിലൊന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്, രണ്ട് പെരിഫറൽ നെർവസ് സിസ്റ്റം. യെസ്, ഡോട്ടഡ് ലൈൻ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് രണ്ട് പാർട്ട് ഉണ്ട് അല്ലെ? ബ്രെയിനും ഉണ്ട്, സ്പൈനൽ കോഡും ഉണ്ട്. ഇത് രണ്ടുമാണ് എവിടെ ഉണ്ടാവുക? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. PNS നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ANS ഉണ്ടാവും, അഥവാ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഉണ്ടാവും, സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. ഇങ്ങനെ രണ്ട് തരാണുള്ളത്. നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഏതാണ്ട് നോക്കിയ സമയത്ത് ഇതെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞു. അപ്പൊ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ട് തരമായിട്ട് തിരിക്കാം ബേസിക്കലി. ഏതൊക്കെയാണ് എന്നുള്ളത് ബോർഡിലുള്ളതിനേക്കാൾ നമുക്കൊരു സ്ക്രീനിലൊന്ന് കാണിച്ചാൽ ഞങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ പതിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോ നമുക്കതൊന്ന് നോക്കാം. വരുന്നില്ലേ? ഞാൻ തന്നെയാണോ സ്ക്രീനിൽ കിടക്കുന്നത്? കാണുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഷെയർ ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. കാണുന്നുണ്ടോടാ? ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, പക്ഷെ ഞാൻ കാണുന്നില്ല. ഏതായാലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ രണ്ട് പാർട്ട് കാണും. അയാനൊന്നും കുറെ നേരമായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. സിബ, യെസ്, ഓക്കെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പൊ നമ്മൾ ഇന്ത്യ മഹാരാജ്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് അല്ലെ? പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിയൊക്കെ അടങ്ങുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് അവിടെ ഉണ്ട്. അവരാണ് എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പെരിഫറിയിലേക്ക്, വശങ്ങളിലേക്ക്, സൈഡിലേക്ക്, നമുക്കറിയാം ഇന്ത്യയിൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ വശങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. റെഡിയല്ലേ? ആ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ലേ സത്യത്തിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നത്? ഓരോ പാർട്ടിലേക്ക്, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും പോകുന്ന ന്യൂറോൺസ് ചേർന്നിട്ടാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ടാവുക. റെഡിയല്ലേ? ആ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാം, സംസ്ഥാന ഗവൺമെന്റിന്റെ താഴെ തദ്ദേശ സ്വയംഭരണം. സ്വയംഭരണം എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോണോമസ് ആണ്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ അതെല്ലാം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്, സ്വയംഭരണം, ഓട്ടോണോമസ് ആണ്. അവരൊരു ഡിസിഷൻ എടുക്കുമ്പോൾ
അവര് ഇവിടെ പെട്ടെന്നുള്ള നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു മലിനീകരണ പ്രശ്നം, പൊല്യൂഷൻ ഇഷ്യൂ ഉണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ. അത് ഡീൽ ചെയ്യാൻ പ്രധാനമന്ത്രിയെ അങ്ങോട്ട് വിളിക്കോ, അതല്ല അത് അവിടുത്തെ പഞ്ചായത്ത് അവിടെ തന്നെ അപ്പൊ തന്നെ സെറ്റിൽ ചെയ്യും. അങ്ങനെയുള്ള എമർജൻസീസിനെ സെറ്റിൽ ചെയ്യുന്ന ന്യൂറൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ടല്ലേ വർക്ക് ചെയ്യുക, ആരെയും കാത്തു നിൽക്കൂല, സെൽഫായിട്ട് വർക്ക് ചെയ്യുന്ന ടീമല്ലേ. അങ്ങനെയാണെങ്കിൽ അവരല്ലേടാ സത്യം പറഞ്ഞാല് ആര്, നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. റെഡിയല്ലേ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എന്റെ സ്ക്രീനിൽ ഞാൻ കാണുന്നത് ഞാൻ അവിടെ സ്റ്റക്കായി നിൽക്കുന്നതാണ്. സൂമിന് എന്ത് പറ്റിയെന്ന് അറിയാം. ഇനി നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ സംഭവം അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉള്ള പോലെ ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെ? ഇപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ടതാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ മെയിൻ ആയിട്ടാണ്. ആ ബ്രെയിന് വാല് വെച്ചതുപോലെയാണ് സത്യത്തിൽ സ്പൈനൽ കോഡ് ഉള്ളത്. ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. ബ്രെയിനും സ്പൈനൽ കോഡും കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇവരാണ് സത്യത്തിൽ CNS എന്ന് പറയുന്നത്. എന്നാൽ ഈ ബ്രെയിനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ പുറത്തേക്കല്ല പോവുക, ബോഡിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ പെയറായിട്ട് പോകുന്ന ന്യൂറോൺസ് റെഡിയല്ലേ, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ബ്രെയിനിൽ നിന്നും തുടങ്ങുന്ന ന്യൂറോൺസ് ആണെങ്കിൽ ക്രേനിയത്തിന്റെ ഉള്ളിലൂടെ വരുന്ന ന്യൂറോൺസ് ആണ് അല്ലെ, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ക്രേനിയൽ നെർവ്സ്. റെഡിയല്ലേ? എന്നാൽ സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന ന്യൂറോൺസ് ഉണ്ടല്ലോ, ഇങ്ങനെ സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന ന്യൂറോൺസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈനൽ നെർവ്സ്. അപ്പോ ഇവരാണ് ഏതിലുണ്ടാവുക? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഏതൊക്കെ നെർവ്സ്? ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. റെഡിയാണോ? അപ്പൊ മെയിൻ പാർട്ട് ബ്രെയിൻ സ്പൈനൽ കോഡും ആണ്. അവരാണ് സെൻട്രൽ ആയിട്ടുള്ള ആൾക്കാർ. അവരോട് ചേർന്ന് വർക്ക് ചെയ്യുന്ന, ബ്രെയിനിൽ നിന്നും തുടങ്ങുന്ന വ്യത്യസ്ത ഓർഗനിലേക്ക് പോകുന്ന ന്യൂറോൺസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രേനിയൽ നെർവ്സ്. സ്പൈനൽ കോഡിൽ നിന്നും തുടങ്ങുന്ന നെർവ്സിനെ വിളിക്കുന്ന പേരാണ് സ്പൈനൽ നെർവ്സ്. നമുക്കറിയാം 12 പേരുണ്ട് കേട്ടോ, ഇത് മറക്കരുത്. 12 പേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ഉണ്ട്. 31 പേഴ്സ് ആരുണ്ട്? 31 പേഴ്സ് ആരുണ്ട്? സ്പൈനൽ നെർവ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 2 സെറ്റ് ന്യൂറോൺസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ആരൊക്കെയാണ് നമുക്കുള്ള 2 സെറ്റ് ന്യൂറോൺസ്? ക്രേനിയൽ നെർവ്സും ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? സ്പൈനൽ നെർവ്സും ഉണ്ട്. റെഡിയാണോ? അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം. യെസ്, കാണുന്നുണ്ടോ നോക്ക്. ബ്രെയിൻ സ്പൈനൽ കോഡിൽ നിന്നും ഇഷ്ടം പോലെ ന്യൂറോൺസ് വരുന്നു. റെഡിയല്ലേ? കാണുന്നില്ലേ? യെസ്. അപ്പൊ ബ്രെയിനിൽ നിന്ന് 12 പേര് ക്രേനിയൽ നെർവ്സ് വരും. അതേപോലെ 31 പേര് എവിടുന്ന് വരും? സ്പൈനൽ കോഡിൽ നിന്നും വരും. ഇവരാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ കോർ. ഇവരാണ് അതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇവര് 2 രീതിയിലാണ് വർക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് ഇത് സ്പൈനൽ നെർവ്സ്. ആരോ ഒരാളുടെ മൈക്കൊണ്ടാണ്, അയാള് വളരെ കഷ്ടപ്പെട്ടാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട്. അങ്ങനെ ഒരാളും ഇരുന്നേക്കരുത്, വേണ്ട ആൾക്കാർ മാത്രമേ ക്ലാസ്സിലിരിക്കാം. അപ്പൊ ഇവിടെ എത്തി, ഇവിടെ വന്നിട്ട് മറന്നുപോയി. ഞാൻ പേര് നോക്കിയില്ല കേട്ടോ, ആളെ നമുക്ക് തപ്പായിരുന്നു. പിന്നെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അതെന്താണ് എന്നങ്ങ് അറിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ നിങ്ങള് ഉദാഹരണത്തിന് ഒരു രാത്രി തന്നെ ആയിക്കോട്ടെ, രാത്രി 11 മണിക്ക് വീട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിങ്ങളുള്ളത് വിചാരിക്കും. റൂമിന്റെ പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കിട്ടും, പേടിപ്പെടുത്തുന്ന സൗണ്ടാണ്, എന്തോ ഒരു സൗണ്ട്. അപ്പൊ നിങ്ങൾ അലേർട്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ അലേർട്ട്നെസ് തന്നെ എത്ര പെട്ടെന്നാണ് നിങ്ങൾ അലേർട്ട് ആവുന്നത്. അലേർട്ട് ആവുമ്പോൾ താനെ ഓട്ടോമാറ്റിക്കലി ഹാർട്ട് ബീറ്റ് കയറി വരും, റെസ്പിറേറ്ററി റേറ്റ് കയറി വരും, നിങ്ങളുടെ അറ്റൻഷൻ കൂടും, നിങ്ങളെ കാഴ്ച കൂടുതൽ കാണും, നിങ്ങളുടെ കേൾവി കൂടുതൽ കേൾക്കും.
ഫുൾ സെറ്റ്. ചില ആൾക്കാർ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, വായിലെ വെള്ളമൊക്കെ വറ്റും. ഇതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ അതല്ല ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടാണോ നടക്കുക? ഓട്ടോമാറ്റിക് ആയിട്ടാ. കാരണം ബോഡിക്ക് മനസ്സിലായി എന്തോ പേടിക്കുന്ന ഒരു എമർജൻസി ഉണ്ട്, സംതിങ് റോങ്. അപ്പൊ തന്നെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ റെഡിയായി. അതുകൊണ്ട് ഈ നെർവസ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നാണ്. ഇനി അതിനേക്കാൾ രസമാണ് അതിൻ്റെ അകത്തുള്ള രണ്ട് തരം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം രണ്ട് രീതിയിൽ പറയും അല്ലേ? രണ്ട് രീതിയിലും. ഒന്ന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നാണ് വിളിക്കുക. ഓട്ടോണോമസ് തന്നെയുള്ള രണ്ടെണ്ണമാണ്, സിമ്പത്തറ്റിക്കും അതേപോലെ തന്നെ പാരാസിമ്പത്തറ്റിക്. രണ്ടു പേരിലുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളോട് എന്തുണ്ട് എന്നാ പറയാം? സിമ്പതി ഉണ്ട് എന്നല്ലേ പറയാം. അങ്ങനെയാണെങ്കിൽ എക്സ്ക്യൂസ് മീ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു കഥയുടെ പകുതിയിലായിരുന്നു. എൻ്റെ അടുത്ത് നമ്മൾ കോർഡിനേറ്റർ സാർ വിളിച്ചു. ഓക്കെ. അപ്പോ പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞ ഓട്ടോമാറ്റിക് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് സിമ്പതി ഉണ്ട് എന്നല്ലേ പറയാം. സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്നത് നമ്മളെ ഹാർട്ട് ബീറ്റ് കൂട്ടി, നമ്മളെ എനർജി കൂട്ടി, ലിവറിൽ നിന്നും ഗ്ലൈക്കോജനെ മുറിച്ച് ഗ്ലൂക്കോസ് ആക്കി നമ്മളെ എനർജി നിറച്ച് നമ്മളെ ആവേശം കൊള്ളിച്ചത് ആരാ? ഈ നെർവസ് സിസ്റ്റം. അങ്ങനെയാണ് ഈ നെർവസ് സിസ്റ്റത്തിന് നമ്മൾ സിമ്പതിയുള്ള നെർവസ് സിസ്റ്റം, സത്യം പറഞ്ഞ എംപതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കണം. ചെയ്തതാരാ? ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പണി ചെയ്ത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അല്ലേ? ഓക്കെ. നമ്മൾ പതുക്കെ, പേടിയുണ്ട് എന്നാലും നമ്മൾ ആ വിൻഡോ പകുതി തുറന്ന് നമ്മൾ പുറത്തേക്ക് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഓല വീണതാണ്. സമാധാനം. തിരിച്ച് നമ്മൾ ബെഡിലേക്ക് വന്ന് കിടക്കുന്നു. ബെഡിലേക്ക് വന്ന് കിടക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടി കിടക്കൂ, അതെല്ലാം ഓട്ടോമാറ്റിക്കലി ഹാർട്ട് ബീറ്റ് കുറയും, റെസ്പിറേറ്ററി റേറ്റ് കുറയും, ഇതെല്ലാം കുറയും. മൈ റൈറ്റ്? ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ബ്രെയിനിൽ നിന്നും തീരുമാനം എടുത്ത് വോളണ്ടറി ആയിട്ട് ഹാർട്ടെ കൂൾ, റിലാക്സ്, പേടിക്കണ്ട, അത് ഒരു ഓല വീണതാണ് എന്ന് പറയാണോ ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടാണോ ചെയ്യുക? അതെല്ലാം അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുമല്ലോ. അങ്ങനെയാണ് അത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ? സംഭവം സിമ്പിൾ അല്ലേ? അങ്ങനെയാണ് അത് സിമ്പതറ്റിക്കിന് പാരലായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ? മലയാളത്തിലാണെങ്കിൽ കുറച്ചുകൂടി സുഖം, സിമ്പതറ്റിക്കിന് പാരയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കാം. സെറ്റ് അല്ലേ? ഇത് രണ്ടും ഓട്ടോണോമസ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് വിളിക്കാം? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ രണ്ടെണ്ണം ഉണ്ടാവും, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. കാണുന്നുണ്ടോ? സെറ്റാണോ? റെഡിയല്ലേ? മുന്നോട്ട് പോയിക്കൂടെ? തമ്പിടണേ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. യെസ്, കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? മിസ്ബ, നിയ, എളുപ്പമുണ്ടോ? ഈസിനെസ് ഉണ്ടോ? മൈഷ, ഇതൊന്നും പേര് നമ്മൾ പേടിക്കേ വേണ്ട കേട്ടോ, ഒക്കെ സെറ്റാണ്. അപ്പൊ നിങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മതി, സംഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ എന്തൊക്കെയായി? യെസ്, മിയ. അപ്പോ ഓട്ടോണോമസ് ആയി, ഓട്ടോണോമസിൽ സിമ്പതറ്റിക് ആയി, പാരാസിമ്പതറ്റിക് ആയി. അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിലൂടെ എങ്ങനെ പോവാ? ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയൊരു സാധനമുണ്ട്. സിമ്പതറ്റിക് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. നമ്മളെ റിഫ്ലക്സ് ആക്ഷൻ. വാട്ട് ഈസ് ദാറ്റ് റിഫ്ലക്സ് ആക്ഷൻ? റിഫ്ലക്സ് എന്ന് ചിലപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ റിഫ്ലക്സ് ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരാളിങ്ങനെ പെട്ടെന്ന് അടിക്കാൻ വരും, നമ്മളെ നേരെ കൈ ഓങ്ങുന്നു. ഇതിനേക്കാളൊക്കെ രസമുള്ള ഒരു സംഭവം പറഞ്ഞുതരാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മള് സൈഡ് സീറ്റ് ആണ് നമുക്ക് ഇഷ്ടം ബസ്സിൽ പോകുമ്പോൾ. അപ്പൊ അങ്ങനെ വിൻഡോ ഒക്കെ തുറന്നിട്ട് ബസ്, അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വിൻഡോ സീറ്റിലല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് വിൻഡോ സീറ്റാണ്, പക്ഷെ വിൻഡോ സീറ്റ് കിട്ടിയില്ല. വിൻഡോ സീറ്റിന്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ ഇരിക്കുന്നത്. അപ്പം മെയിൻ റോഡിൽ പോകുന്ന സമയത്ത് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ അന്ന് എന്തോ ഒരു കാരണം കൊണ്ട് മെയിൻ റോഡിൽ ഇച്ചിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. ആ ബസ് ഒരു ഇടവഴിക്കാണ് പോകുന്നത്. ഈ ഇടവഴിക്ക് പോകുന്ന സമയത്ത് തൊട്ടടുത്ത പറമ്പിലുള്ള ഇലയും മരത്തിന്റെ ചില്ലകളും ഒക്കെ വന്നിട്ട് ഈ ബ്രാഞ്ചസ് ഒക്കെ ബസ്സിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ വരുന്നുണ്ട് സങ്കല്പിക്കുക. അപ്പൊ ബസ് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സൈഡ് സീറ്റിൽ ഇരിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ട്, നമ്മളെ ഫ്രണ്ട് ഉണ്ട്, നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അതിന്റെ ചെറിയ പുഷ്പൊക്കെ നമുക്ക് ഉണ്ട്. അപ്പൊ ഈ ബസ് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് പുറത്തുള്ള
ഈ ഡ്രൈവർ വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോൾ പുറത്തുള്ള ബ്രാഞ്ചസ് ഉള്ളിലേക്ക് കയറി വന്നതായിരിക്കും. എന്ത് സംഭവിക്കും? സൈഡിലുള്ള ആള്, വിൻഡോ സീറ്റിലിരിക്കുന്ന ആള് മുഖം വെട്ടിച്ചേ പറ്റൂ, അയാളെ മുഖത്തിട്ട് ഇടിക്കും. പക്ഷെ കോമഡി എന്താന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോ നമ്മളും മുഖം വെട്ടിക്കും. നമ്മൾ ഒറ്റ വെട്ടിക്കലാണ്. വെട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിനെ നോക്കിയിട്ട് ഒരു ചിരിയിരിക്കും, ഇങ്ങനെ ഒരു ചമ്മിയ ചിരി. എന്താ കാരണം? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളത് മനഃപൂർവ്വം ബുദ്ധിപരമായിട്ട് ചെയ്തതാണോ, അതല്ല ഇത് ഇൻവോളണ്ടറി ആയിട്ട് നടന്നതാണോ, അഥവാ അൺകോൺഷ്യസ് ആയിട്ട് നടന്നതാണോ? അൺകോൺഷ്യസ് ആയിട്ടാണ് നടന്നത്. കോൺഷ്യസ് ആയിരുന്നെങ്കിൽ നമ്മൾ വേണ്ട, അവന് മാത്രമേ തട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിന്നേനെ. ഇത് ഫാസ്റ്റ് അല്ലേ, അൺകോൺഷ്യസ് അല്ലേ? ഇങ്ങനെയുള്ള റെസ്പോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് വിളിക്കുക. റിഫ്ലക്സ് ആക്ഷൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചില ആൾക്കാരുടെയൊക്കെ ജീവൻ പോയിട്ടുമുണ്ട്. എന്ത് കാരണം? റിഫ്ലക്സ് ആക്ഷൻ കാരണം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, സെൽഫി എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്റെ പിള്ളേരോട് പ്രത്യേകം പറയാനുള്ളത്, എത്ര പിള്ളേരാണ്, പിള്ളേരല്ലാത്ത 4 ആൾക്കാരാണ് കഴിഞ്ഞ ദിവസം കടലിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അവര് 4 ആള് കയ്യും പിടിച്ച് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വെള്ളത്തിൽ പോയത് അല്ലേ? നിങ്ങൾ കേട്ടു, കൽപ്പറ്റക്കാര് കോഴിക്കോട് ഡ്രൈവിംഗ് ബീച്ചിൽ വന്നിട്ട് അവിടെ ഇറങ്ങരുത്, അവിടെ അടിയിൽ പെട്ടെന്ന് വെള്ളം വന്ന് വലിച്ചു കൊണ്ടു, അവിടെ ചുഴിയുണ്ട്, മൈൻഡ് ചെയ്തില്ല, അവര് പോയി. അതേപോലെ പിള്ളേർക്കൊക്കെ ഉണ്ട് ഈ വലിയ ഈ ചുരത്തിന്റെ ഒക്കെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. റിവേഴ്സിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെൽഫി എടുത്ത് പോവാം. നമ്മൾ വീഴാനൊന്നും പോകില്ല, പക്ഷെ നമുക്കൊരു ചെറിയ ഇത് വന്നാൽ, കാലൊന്ന് ഷെയ്ക്ക് ആയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. റിഫ്ലക്സ് ആണ്. ചിലപ്പോ നമ്മൾ വിചാരിച്ചിടത്തൊന്നും നിൽക്കൂല, താഴേക്ക് പോയ അവസ്ഥ എത്ര തവണ വന്നിട്ടുണ്ട് പിള്ളേർക്ക്. അപ്പൊ നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മള് വേറുള്ള ആൾക്കാരുടെ മുന്നിൽ ഒന്നും തെളിയിക്കാനൊന്നും പോകണ്ട. ടൂറിനൊക്കെ പോയാ, ഒരു യാത്രയൊക്കെ പോയാൽ നല്ല വൃത്തിക്ക് പോവാ വരിക. നമുക്ക് ഇനിയും ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ ഒരു റീല് ഒന്നും അല്ല ജീവിതം. പല പിള്ളേരും റീലിന്റെ ലോകത്ത് അങ്ങനെ മുഴുകി ജീവിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ മോട്ടിവേഷൻ എടുക്കുന്നവരെ റീലിന്നാണ്. അതായത് പഠിച്ചിട്ടില്ലെങ്കിലും രക്ഷപ്പെടുമെന്നൊക്കെ ഉള്ള രീതിയിൽ അയാൾ ഇത്ര കാശ് ഉണ്ടാക്കുന്നുണ്ട്, ലൈവ് ചെയ്തിട്ട് സ്ട്രീം ചെയ്തിട്ട് ഇത്ര കാശ് ഉണ്ടാക്കും. ഇതൊന്നും എല്ലാവർക്കും സാധിക്കുന്നതല്ല. എല്ലാവരും സ്ട്രീം ചെയ്യാൻ പോയാൽ മൈശ, എല്ലാവരും സ്ട്രീം ചെയ്യാൻ പോയാൽ തീർന്നില്ല, പിന്നെ ഇത് കാണാൻ ആരുണ്ടാവുക? എല്ലാവർക്കും സിനിമ നടന്മാരാകാൻ പറ്റില്ല, എല്ലാവർക്കും യൂസ്ഫുൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും പഠിച്ച് രക്ഷപ്പെട്ട് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിക്ക് പിന്നെ ഉപദേശങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് അറിയാം. നല്ലൊരു സിറ്റുവേഷൻ വന്നപ്പോ പറഞ്ഞു ഏതാ ഉള്ള പിള്ളേരുടെ സ്വഭാവം കാണുമ്പോൾ. സോറി ഫോർ ദാറ്റ്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ. അപ്പോ അങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു മരത്തിന്റെ മുകളിൽ കൂടെ, ഒരൊറ്റ മരമാണുള്ളത്, താഴെ ചെളിയൊക്കെ ഉള്ള വയലാണ്. നടന്നു പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ പോകില്ലേ? അല്ലെങ്കിൽ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പ്ലാൻ ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വീഴാൻ പോകുമ്പോൾ തന്നെ ഒരു സൈഡിലേക്കുള്ള കൈയും കാലും ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡിലേക്കാണ് വീഴാൻ പോകുന്നതെങ്കിൽ അപ്പൊ തന്നെ നമ്മളെ കൈയും കാലും ഒക്കെ ബാലൻസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പൊങ്ങി വരും. കണ്ടിട്ടില്ലേ? റിഫ്ലക്സ് ആക്ഷൻ ആണ്. ചൂടുള്ള സർഫസിൽ അറിയാതെ തൊട്ടാൽ ആഞ്ഞു വലിക്കുന്നില്ലേ കൈ? റിഫ്ലക്സ് ആക്ഷൻ ആണ്. ഭക്ഷണത്തിന്റെ സ്മെല്ല് കിട്ടിയ വായിൽ സലൈവ വരുന്നില്ലേ? റിഫ്ലക്സ് ആക്ഷൻ ആണ്. നമുക്കറിയാം, നാണക്കേട്, അപ്പുറത്തെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് വെച്ചിട്ട് ഇവിടുന്ന് ഞാൻ വായിൽ സലൈവ വരുത്തുന്ന വല്ല കാര്യമുണ്ടോ? പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇറ്റ് ഈസ് എ റിഫ്ലക്സ്. അത് നമ്മളെ കൺട്രോളിലല്ല, കോൺഷ്യസ് അല്ല. ഇങ്ങനെയുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള റെസ്പോൺസസിനെയാണ്, ഏതെങ്കിലും സ്റ്റിമുലസ് വരുമ്പോൾ ആ സ്റ്റിമുലസുകളോട് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഫ്ലക്സ് എന്ന് വിളിക്കുക. സെറ്റാണോ? റിഫ്ലക്സ് വർക്ക് ചെയ്യുന്നത് ഒരു റിഫ്ലക്സ് ആർക്ക് വഴിയാണ്. ആർക്ക് നിർബന്ധം? ഞാൻ നിങ്ങളുടെ പ്രാവശ്യത്തെ ബോർഡ് എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്നേക്കാൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ആ റിഫ്ലക്സ് ആക്ഷൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. റിഫ്ലക്സ് ആക്ഷൻ ഒരു നിലക്കും മറക്കരുത്. ഞാൻ എവിടെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കി. എനിക്ക് ഈ സ്ക്രീൻ ഷെയറിങ്ങോ എൻ്റെ വീഡിയോ ഒന്നും ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്നും കാണാൻ പറ്റുന്നില്ല. സോറി ഫോർ ദാറ്റ്. ഞാൻ മറ്റേ ഡിവൈസ് എടുക്കട്ടെ. അപ്പൊ നോക്കിക്കേ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ പാർട്ടും കാണാം അല്ലെ? അതിൻ്റെ അകത്ത് ഞാൻ ആ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ ആ റിഫ്ലക്സ് ആക്ഷന്റെ സംഭവം എടുത്താല് അതിൻ്റെ അകത്ത് സ്റ്റിമുലസ് കണ്ടോ? ഏറ്റവും താഴെ ടിപ്പിക്കൽ റിഫ്ലക്സ് ആക്ഷൻ പാത്വേ എന്ന് പറഞ്ഞിട്ട്. സ്റ്റിമുലസ് എന്താ? ഹീറ്റ്. അപ്പൊ നമ്മളെ സ്കിന്നാണ് റിസപ്റ്റർ അല്ലെ? കയ്യിലുള്ള സ്കിൻ. ഹീറ്റിംഗ് ഡിറ്റക്ടേഴ്സ് ഇൻ ദി സ്കിൻ ഓഫ് ദി ഹാൻഡ്. റെഡി അല്ലേ? അത് ആ മെസ്സേജിനെ സ്പൈനൽ കോഡിലേക്ക് അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോണിന്റെ പേരെന്തായിരിക്കും?
സെൻസറി ന്യൂറോൺ. അത് സ്പൈനൽ കോഡിൽ എത്തിച്ചു. കൈ വലിക്കാനുള്ള മെസ്സേജ് സ്പൈനൽ കോഡ് കൊടുത്തു. അത് കൈ വലിച്ചോ എന്ന് കൊണ്ടുപോകുന്നത് ഏത് ന്യൂറോണിലായിരിക്കും? സ്പൈനൽ കോഡ് എന്ന് പോകുന്നത് മോട്ടോർ ന്യൂറോണിലൂടെ. അപ്പൊ കൈയിന്റെ മസിലിനാണ് എഫക്റ്റ് കിട്ടുക. പണി കിട്ടുന്നത് വലിക്കേണ്ടത് ആരാ? കൈയിന്റെ മസിലാണ്. അങ്ങനെയാണ് അതിന് നമുക്ക് എഫക്ടർ ഓർഗൻ എന്ന് വിളിച്ചൂടെ? അപ്പൊ നമുക്ക് റെസ്പോൺസ് വരും. എന്താ റെസ്പോൺസ്? ലിഫ്റ്റിംഗ് ഓഫ് ദി ഹാൻഡ്. അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ട്? ഒരു സ്റ്റിമുലസ് വേണം. ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന കൈയിന്റെ സ്കിന്ന് റിസപ്റ്ററാണ്. റിസപ്റ്ററിൽ നിന്നും മെസ്സേജ് പോകുന്ന എങ്ങോട്ടാ? സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോൺ എങ്ങോട്ട് പോകും? സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ നിന്നും മോട്ടോർ ന്യൂറോൺ വഴി എങ്ങോട്ടെത്തും? എഫക്ടറിലേക്ക് എത്തും. എഫക്ടർ എന്ന് പറഞ്ഞാൽ മസിലാണ്. മസിൽ കൺട്രാക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ കൈ വലിക്കും. റെഡി അല്ലേ? ഇതാണ്. ഒരു റൗണ്ട്, ഒരു സർക്കിൾ ആണോ? അല്ലല്ലോ. സ്കിന്നാണ് റിസീവ് ചെയ്തത്. പക്ഷേ കൺട്രാക്ട് ചെയ്തത് ആരാ? കൈ വലിപ്പിച്ചത് ആരാ? മസിലാണ്. തുടങ്ങിയിടത്ത് തന്നെ അവസാനിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് അതിനെ സർക്കിൾ എന്ന് വിളിക്കായിരുന്നു. റിഫ്ലക്സ് സർക്കിൾ എന്ന് വിളിക്കായിരുന്നു. ഇവിടെ റിഫ്ലക്സ് ആർക്കാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ പേര് റിഫ്ലക്സ് ആർക്ക് എന്നായത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് റിസപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയണേ. ഏതൊക്കെയാണ് റിസപ്റ്റേഴ്സ്? ബോഡിയിലുള്ള കോമൺ ആയിട്ട് കാണുന്ന റിസപ്റ്റേഴ്സിന് നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മളെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ച് മിടുക്കന്മാരായിട്ടുണ്ടാവും. ഓരോന്ന് കഴിയുമ്പോഴേക്കും ഒക്കെയുള്ള ധാരണയിലാണ് ഞാനുള്ളത്. നോക്കണേ, റിസപ്റ്റേഴ്സിന്റെ ഇമേജും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്നില്ലല്ലോടാ. സോറി ഫോർ ദാറ്റ്. എന്നാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ, ഏതൊക്കെ റിസപ്റ്റേഴ്സ് ഉള്ളത്. ഇപ്പൊ ഫോണോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് പറഞ്ഞു നോക്കല്ലോ. ഫോണോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയിലുള്ള കേൾക്കാൻ സഹായിക്കുന്ന റിസപ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോണോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. ഇനി ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈറ്റിനെ റിസീവ് ചെയ്യുന്ന കണ്ണാണ് നമ്മളെ ഫോട്ടോ റിസപ്റ്റർ. ഫോണോ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയല്ലേ. ഹിയറിങ്ങിനും ബാലൻസിങ്ങിനും ഒക്കെ സഹായിക്കുന്നതാണ് ചെവി. ഇനി ടാങ്കോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹാപ്റ്റോ റിസപ്റ്റേഴ്സ്, ഇങ്ങനെ പല പേര്. പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർക്കേണ്ടത് സ്മെല് ചെയ്യാൻ സഹായിക്കുന്ന റിസപ്റ്ററിന്റെ പേര് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്നാണ്. അതേപോലെ ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്നത് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് എന്നാണ്. വേറൊരു കാര്യം കൂടി ഓർക്കുക, ടേസ്റ്റ് അറിയണമെങ്കിൽ ടേസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് ആണ്. എങ്കിൽ പോലും ടേസ്റ്റിന് സ്മെല്ലുമായിട്ട് ബന്ധമുണ്ട്. സാമ്പാറിന്റെ സ്മെല്ല് കിട്ടിയ ആ സ്മെല്ലും ടേസ്റ്റും കൂടെ കിട്ടുമ്പോഴാണ് അത് കേവലം. ബിരിയാണിയുടെ സ്മെല്ലും അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ടേസ്റ്റും കൂടി ഒരുമിച്ച് വരും. മൂക്കടഞ്ഞ ജലദോഷം വന്നാൽ ബിരിയാണിക്ക് ടേസ്റ്റ് പറയും. കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിൽ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിന്റെ സെൻസേഷൻ ഉണ്ടാക്കുന്നത്. റെഡിയല്ലേ? റിഫ്ലക്സ് ആർക്ക് പഠിച്ചല്ലോ, മറക്കരുത്. ചില ആൾക്കാരെങ്കിലും ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ടാവും, അവർക്ക് ഒരൊറ്റ നോട്ടം നോക്കാൻ. അതേപോലെ തന്നെ നമ്മളെ സെൻട്രൽ നെർവസിന്റെ പ്രധാനപ്പെട്ട ഭാഗവും ബ്രെയിനും സ്പൈനൽ കോഡും ആണല്ലോ. റെഡിയല്ലേ? ആ ബ്രെയിനിന്റെ പാർട്ടും കൂടി നമുക്കൊന്ന് കാണണം. ബ്രെയിനിന്റെ ഏതൊക്കെ പാർട്ടുകളാണ് ബ്രെയിൻ ഉള്ളത് എന്ന് നമുക്കൊന്ന് കാണാം. റെഡിയല്ലേ? അപ്പോ ബ്രെയിനിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കമന്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരായതുകൊണ്ട്. കാണുന്നുണ്ടോ? അപ്പൊ ബ്രെയിനിന്റെ 3 പാർട്ടുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ എല്ലാരും പറഞ്ഞേ. വിച്ച് ആർ ദി പാർട്സ് ഓഫ് ബ്രെയിൻ? യെസ്, ഹായ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? മിസ്ബ, യെസ്, മിസ്ബ ഒന്നായിട്ടേ. മിസ്ബ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. ഒരാള് പിന്നെ മിസ്സായി. നിയ പറഞ്ഞു, ഡോട്ടഡ് ലൈന് പറഞ്ഞു, മിസ്ബ ഓരോന്നോരോന്ന് പറഞ്ഞു. പക്ക. ഓക്കെ മിസ്ബ. വേറെ ആരൊക്കെയാണ്? നമ്മള് മൈഷ ഒക്കെ മടിയായിട്ടായിരിക്കും അല്ലെ. അതേപോലെ സന, സിൻ, ചില ആൾക്കാരൊന്നും പറയുന്നില്ലല്ലോ. കഷ്ടമുണ്ട്. ഓക്കെ. അപ്പം ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈൻഡ് ബ്രെയിൻ ഉണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ആർക്കുള്ളത്? ബ്രെയിനിന് ഉള്ളത്. റെഡിയല്ലേ? അപ്പൊ ബ്രെയിനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിൻ. ഈ ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ആരൊക്കെയാണ് ഉള്ളത് എന്ന് ഓർക്കുന്നുണ്ടോ? സെറിബ്രം. മറക്കരുത് കേട്ടോ. ഇതിനൊരു ഫ്ലോ ചാർട്ട് പോലെ പ്രസന്റ് ചെയ്യണേ. ഏതൊക്കെയാണ് ഉള്ളത്? ഫോർ ബ്രെയിനിൽ ആരൊക്കെയാണുള്ളത്? സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്. ഈ 3 ആൾക്കാരാണ്
ഞാൻ പറയാം. ക്രേനിയം ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് ബ്രെയിൻ, ഇറ്റ് ഈസ് ദി പ്രൊട്ടക്റ്റീവ് കവറിങ്. നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഫോർ ബ്രെയിനിൽ ഉള്ള പാർട്ടുകൾ ഓർക്കണം: സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. ഇത് മൂന്നാണ് ഫോർ ബ്രെയിനിലുള്ളത്. ഫോർ ബ്രെയിൻ ആണ് അടിപൊളി ഹിയറിങ്ങിന്, വിഷന്, സ്മെല്ലിന്, ടേസ്റ്റിന്, സ്പീച്ചിന്, മെമ്മറിക്ക്, കോൺഷ്യസ്നെസ്സിന്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്, ഇന്റലിജൻസിന്, എല്ലാത്തിനും സ്പേസ് ഉണ്ട്. എന്തില്? ക്രേനിയത്തിന്. ഹങ്കർ, തേഴ്സ്റ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ജലസ്, ജോയ്, ഇങ്ങനെയുള്ള ഇമോഷൻസിലൊക്കെ ഹൈപ്പോതലാമസ് പൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് വിശക്കുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ, അത് ഫീൽ ചെയ്യിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഹൈപ്പോതലാമസ് ആണ്. റെഡിയാണല്ലോ. സെൻസറി ഏരിയയും മോട്ടോർ ഏരിയയും തിങ്കിങ് ഏരിയയും ഒക്കെ ഉള്ളത് സെറിബ്രത്തിലാണ്. ഹങ്കർ, തേഴ്സ്റ്റ് പോലെ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ജലസ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട പങ്ക് ഹൈപ്പോതലാമസിനാണ്. തലാമസ് റിലേ സ്റ്റേഷനാണ്. സെറിബ്രത്തിലേക്കും തിരിച്ച് മിഡ് ബ്രെയിനിലേക്കും വിവരങ്ങൾ എത്തിക്കുന്ന റിലേ സ്റ്റേഷനാണ് ആര്? തലാമസ്. ഇത് മൂന്നും ഓർക്കുക. ഇത് മൂന്നും ഫോർ ബ്രെയിനിലാണ്. മിഡ് ബ്രെയിനിന്, ഫോർ ബ്രെയിനിനെ ഹൈൻ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന പണിയാണ്. പിന്നെ ചില സെൻസറി റിഫ്ലക്സുകളും ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? മിഡ് ബ്രെയിനെ കൊണ്ട് പറ്റും. മിഡ് ബ്രെയിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈൻ ബ്രെയിൻ പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതിൽ ഒരാള് സെറിബെല്ലം, വേറൊരാള് നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ള മെഡുല്ല ഒബ്ലോങ്കേറ്റ, വേറൊരാള് പോൺസ്. ഈ പോൺസ് ആണ് സെറിബെല്ലത്തിനെ കണക്ട് ചെയ്യുക കേട്ടോ. മെഡുല്ല ഒബ്ലോങ്കേറ്റ അടിപൊളി സെന്ററാണ്. ഡൈജഷൻ നടത്തുന്ന സെന്റർ, വോമിറ്റിംഗ് നടത്താൻ പോലും ഉള്ള സെന്റർ എവിടെ ഉണ്ട്? മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്. ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് പുള്ളിയുടെ മെയിൻ പരിപാടി. ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ ഇൻവോളണ്ടറി അല്ലേ. ഹാർട്ട് ബീറ്റ് നമ്മളെ കൺട്രോളിലല്ലല്ലോ. അതേപോലെ റെസ്പിറേറ്ററി റേറ്റ്, നിങ്ങൾ എത്ര തവണ ബ്രീത്ത് ചെയ്യുന്നു നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇതെല്ലാം തീരുമാനിക്കുന്ന ആള്. ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ സെക്രീഷനും ഒക്കെ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. പൊളിയ. ബ്രീത്തിങ്ങിന്റെ സെന്റർ ഒക്കെ ആയതുകൊണ്ടാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ബ്രെയിനിന്റെ എൻഡിലേക്ക് ഉണ്ടാവുക. ഹൈൻ ബ്രെയിൻ അല്ലെ, ഹിൻ ബ്രെയിൻ, ഹൈൻ ബ്രെയിൻ എൻഡിലേക്ക് വരുന്ന പാർട്ടാണ് ഹൈൻ ബ്രെയിൻ. അപ്പൊ ഇത് നമുക്കറിയാം ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടെ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ തിയേറ്ററിൽ സിനിമയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ സിനിമകളിലൊക്കെ അങ്ങനെ കാണാം, നായിക അല്ലെങ്കിൽ വില്ലനൊക്കെ ഇപ്പോഴത്തെ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇരുന്ന് കിടന്ന് മരിച്ചു എന്ന് കാണാം. കാരണം പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി സെന്റർ ഒക്കെ കിടക്കുന്ന എവിടെയാണ്? ഈ ഹെൻ ബ്രെയിനിൽ, മെഡുല്ലയിലാണ്. അപ്പൊ മെഡുല്ല ഇൻവോളണ്ടറി ആക്ഷൻസിന്റെ തറവാടാണ്. ഇനി നമ്മളെ ബാലൻസ് ചെയ്ത് നടത്തിക്കൊണ്ടു പോകുന്നത്, ബാലൻസ് ചെയ്ത് നിർത്തുന്നത്, നമ്മളുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലം. സെറിബെല്ലം അടിപൊളിയാട്ടോ. ഇൻവോളണ്ടറി ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യും. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ ബാലൻസ് ചെയ്ത് പോകുന്നതിന്റെ ഒക്കെ കാരണം ആരാണ്? സെറിബെല്ലം. ഇതൊക്കെ ബ്രെയിനിന്റെ മൂന്ന് പാർട്ടാണ്. അപ്പൊ ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈൻ ബ്രെയിൻ ഉണ്ട്. ഫോർ ബ്രെയിനിൽ 3 പാർട്ട്, ഹൈൻ ബ്രെയിനിൽ 3 പാർട്ട്. ഫോർ ബ്രെയിനിലെ 3 പാർട്ട് സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനിൽ നമുക്ക് അങ്ങനെ പ്രസക്തമായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനില്ല. ഹൈൻ ബ്രെയിൻ അവിടെ ഉണ്ട് പിന്നെ സെറിബ്രൽ അക്വിഡക്റ്റും കോർപ്പോറ ക്വാഡ്രിജെമിയൊക്കെ. ഫ്രാസ് നോ ഫ്രാസ് ഇറ്റ് ഈസ് ദി കണ്ടിന്യൂവേഷൻ ഓഫ് തലാമസ്. തലാമസ് താഴോട്ട് പാർട്ടായിട്ട് വന്നതാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ താഴേക്ക് there is another part, pituitary. These are all part of forebrain, not part of midbrain. നമ്മൾ ആ പിക്ചർ കാണും, പിക്ചർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നിയേക്കാം, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് മിഡ് ബ്രെയിൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കണേടാ ഫ്രാസെ. താങ്ക് യു. എവിടെ പോയത്? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നില്ല, സോറി ഫോർ ദാറ്റ്. എന്താ ഇതിന് പറ്റിയെന്ന് അറിയില്ല. നിങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും, അത് മതി. ഓക്കെ. അപ്പൊ ഈ ബ്രെയിനിന്റെ പാർട്ടുകൾ നിങ്ങൾ ഒന്നുകൂടി ഓർത്ത് വെക്കണേ. റെഡിയല്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക്, അത് ഇമേജ് കാണുന്നുണ്ടാവും, അതിൽ ഫോർ ബ്രെയിനിന്റെ പാർട്ടുകൾ ഓർത്ത് വെക്കുക: സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. പിന്നെ ഹൈൻ ബ്രെയിനിന്റെ പാർട്ടുകൾ, ഹിൻ ബ്രെയിനിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്? സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, പോൺസ്. റെഡിയാണ്? ഇത്രയും പാർട്ടുകൾ ഓർത്ത് വെക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക്, എന്നാൽ എനിക്ക് സമാധാനവും സന്തോഷമായി. കാരണം ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ, ഇപ്പൊ കുറെ പോയിന്റുകൾ നമ്മൾ ഈ സമയം കൊണ്ട് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്തുള്ളത് ഇതാണ്. ഇത് നിങ്ങൾ എക്സാമിനേഷന് പ്രാവശ്യം ചോദിക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് അടയാളപ്പെടുത്താൻ, മാർക്ക് ചെയ്യാൻ എനിക്ക് പറ്റാത്തതിന്റെ സങ്കടമുണ്ട്. നോക്കണേ,
ആ കാണിച്ചിരിക്കുന്ന പാർട്ട് നമുക്കറിയാം. ബ്രെയിനിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ഏറ്റവും മേലെ ഉണ്ട്. ബോൺ ഓഫ് സ്കൾ എന്ന് കണ്ടല്ലോ ഏറ്റവും മേലെ. ആ ബോൺ ഓഫ് സ്കൾ എന്ന് പറയുന്നത് ക്രേനിയാണ് കേട്ടോ, ക്രേനിയം. ആ ക്രേനിയത്തിന്റെ താഴെ ഡ്യൂറാ മാറ്റർ, അറക്നോയിഡ് മാറ്റർ, പയാ മാറ്റർ എന്ന് പറഞ്ഞ് 3 മാറ്റർ കണ്ടോ. അതിന്റെ താഴേക്കാണ് ബ്രെയിൻ ഉള്ളത് അല്ലെ. അപ്പോ ആ ബോണിന്റെയും, ബോൺ എന്ന് പറഞ്ഞാൽ ഹാർഡാണ്, അതുപോലെ തന്നെ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെയിനിന്റെ ഇടയിൽ ഒരു ഡ്യൂറാ മാറ്ററും അറക്നോയിഡ് മാറ്ററും പയാ മാറ്ററും കണ്ടോ. അത് 3 കൂടി, ഇപ്പുറത്തുള്ള സ്പേസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ആ സ്പേസിന്റെ പാർട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, അത് ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നും ഇപ്പൊ നിങ്ങൾ പഠിക്കണ്ട. എക്സ്ക്യൂസ് മീ. ഓക്കെ, അപ്പൊ ഇത് ആരുടെയോ മൈക്കോണാണ്. അപ്പൊ ഈ ഡ്യൂറാ മാറ്റർ, അറക്നോയിഡ് മാറ്റർ, പയാ മാറ്റർ, ഈ 3 മാറ്ററുകളും ചേർന്നതിനാണ് മെനിഞ്ചസ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ ബോണിന്റെയും ബ്രെയിനിന്റെയും ഇടക്കാണ് മെനിഞ്ചസ് ഉണ്ടാവുക. അത് 3 ലെയർ, 3 മാറ്ററുകൾ ചേർന്നാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് ആണ് സത്യത്തിൽ ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ മെനിഞ്ചസ് ബ്രെയിനിന്റെയും അതേപോലെ തന്നെ ക്രേനിയം എന്ന് വിളിക്കുന്ന ബോണിന്റെയും ഇടയിലാണെന്ന് മറക്കരുത്. ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ പോയിന്റ്സ് മൊത്തം ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏറെക്കുറെ ഇനി അതിൻ്റെ അകത്ത് ഹോർമോൺസിന്റെ പാർട്ടാണ് ഉള്ളത്. അത് ഇന്നത്തെ ഷെഡ്യൂൾ നമുക്ക് തീർക്കാൻ പറ്റില്ല, വേറൊരു ദിവസം തിരക്കിനിടയിൽ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ താങ്ക് യു ഓൾ, നന്നായിട്ട് പഠിക്കാം. ഗുഡ് നൈറ്റ്, ബൈ.